കഴിഞ്ഞ മെയ് 16-നാണ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ കാലാവധി പൂർത്തിയായത്. അത് കഴിഞ്ഞ് 5 മാസം തികഞ്ഞിട്ടും പുതിയ സിൻഡിക്കേറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനായിട്ടില്ല. തെരഞ്ഞെടുപ്പിനുള്ള പ്രക്രിയകൾ മാർച്ചിൽ പൂർത്തിയായെന്നും സെനറ്റിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിനുണ്ടായ കാലതാമസമാണ് തെരഞ്ഞെടുപ്പ് വൈകിച്ചതെന്നുമാണ് യൂണിവേഴ്സിറ്റി നൽകുന്ന വിശദീകരണം. ഈ മാസം 21-ന് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച നവംബർ അന്ത്യവാരത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവുമെന്നും അവർ അറിയിക്കുന്നു. ഇല്ലാത്ത ഭൂമി ഉണ്ടെന്ന കൃത്രിമ രേഖ കാണിച്ച് ബി.എഡ് കോളേജ് നേടിയെന്ന കുറ്റം നേരിടുന്ന കോൺഗ്രസ് നേതാവും സെനറ്റ് മെമ്പറുമായ ജ്യോതികുമാർ ചാമക്കലയുടെ സെനറ്റ് അംഗത്വം റദ്ദാക്കണമെന്ന പ്രോ-ബി.സി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്മേലുള്ള നടപടി ചാമക്കാല നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ നിയമ നടപടിക്ക് വേണ്ടിയുള്ള സമയത്തിന് വേണ്ടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യനല്ലെന്നും ഫ്രോഡ് കാണിച്ചെന്നും പറഞ്ഞ ഇയാളെ തന്നെ പുതുതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സെനറ്റിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന ഇയാളുടെ പേരൂടെ ആ ലിസ്റ്റ് വെച്ച് വോട്ട് നടത്തിയാൽ വേണമെങ്കിൽ ആ മൊത്തം ലിസ്റ്റ് അസാധുവായാൽ സിൻഡിക്കേറ്റ് മൊത്തം തന്നെ പോകുന്ന ഒരു സാഹചര്യം. ജ്യോതികുമാർ ചാമക്കാലയെ സെനറ്റിൽ നിന്ന് പുറത്താക്കണമെന്നും സിൻഡിക്കേറ്റിൽ മത്സരിക്കുന്നതിന് വിലക്കണമെന്നും ആവശ്യപ്പെട്ട് ഇടത് സെനറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നിവേദനം നൽകി. എന്നാൽ പ്രോ-ബി.സിയുടെ റിപ്പോർട്ട് മറികടന്ന ഹൈക്കോടതി സ്റ്റേയുടെ ചുവട് പിടിച്ച് സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഇയാൾ. സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.